ഹലോ, നമുക്കിന്ന് അങ്കവാക്യം അങ്കിവാക്യം എന്താണെന്ന് നോക്കാം. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വ്യാകരണ ചോദ്യമാണ് അങ്കവാക്യം അങ്കിവാക്യം വേർതിരിച്ചെഴുതുക എന്നുള്ളത്. അപ്പോൾ എന്താണ് അങ്കവാക്യമെന്നും എന്താണ് അങ്കിവാക്യമെന്നും അറിഞ്ഞാൽ മാത്രമേ നമുക്കത് വേർതിരിച്ചെഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ പ്രധാന വാക്യമാണ്, അതായത് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന വാക്യമാണ് അങ്കിവാക്യം. കർത്താവും പൂർണ്ണക്രിയയും അതിലുണ്ടായിരിക്കും. ക്രിയ എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കും. അതായത് പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഉദാഹരണം നമ്മൾ പറഞ്ഞു, പിന്നെ കരഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സാധാരണയായിട്ട് പൂർണ്ണക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, ജനങ്ങൾ വിഷമിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാന വാക്യമാണ് അങ്കിവാക്യം. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. പിന്നെ കർത്താവും ഉണ്ടായിരിക്കും, പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ജനങ്ങൾ വിഷമിച്ചു, അതുപോലെ അടുത്ത് അവൻ കരഞ്ഞു. അപ്പം ഇതാണ് അങ്കിവാക്യം. അങ്കവാക്യം എന്ന് പറഞ്ഞാൽ അപ്രധാന വാക്യമാണ്. അതായത് ഈ വാക്യത്തിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ക്രിയ അപൂർണമായിരിക്കും. ഉദാഹരണത്തിന് വേനൽ കഠിനമായപ്പോൾ ജനങ്ങൾ വിഷമിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷേ അതിൽ ജനങ്ങൾ വിഷമിച്ചു എന്നുള്ളത് അങ്കിവാക്യവും വേനൽ കഠിനമായപ്പോൾ എന്നുള്ളത് അങ്കവാക്യവുമാണ്. അതുപോലെ തന്നെ അമ്മ പോയപ്പോൾ അവൻ കരഞ്ഞു. അപ്പോൾ അമ്മ പോയപ്പോൾ എന്നത് അങ്കവാക്യം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അങ്കവാക്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുകയുമില്ല. അത് മാത്രമല്ല, അതിലെ ക്രിയ അപൂർണവുമായിരിക്കും. അപ്പോൾ എന്താണ് അങ്കവാക്യം അങ്കിവാക്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ഇതിനെ അങ്കവാക്യം അങ്കിവാക്യം എന്നിങ്ങനെ വേർതിരിച്ചെഴുതാൻ പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? അപ്പോൾ അങ്കവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അപൂർണവാക്യമായിരിക്കും, സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്കവാക്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അങ്കവാക്യം അങ്കിവാക്യം എന്നിങ്ങനെ എഴുതി തന്നെ കാണിക്കണം. എന്നിട്ട് അതിന് നേരെ ഉത്തരം എഴുതണം. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി. ഇതാണ് അങ്കവാക്യം. അടുത്തതിന് അങ്കിവാക്യം എന്ന് പറയുമ്പോൾ പൂർണ്ണക്രിയയായിരിക്കും. അതുമാത്രമല്ല, സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന വാക്യമായിരിക്കും. അതുപോലെ തന്നെ കർത്താവും പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ അങ്കിവാക്യം ഏതാണ്? സഞ്ജയൻ അവിടെ വന്നു. സഞ്ജയൻ അവിടെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ കർത്താവും പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കും. അങ്കവാക്യം എന്ന് പറഞ്ഞാൽ അപൂർണമായിരിക്കും. ഈ അങ്കിവാക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അങ്കവാക്യത്തിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ഇത് അപൂർണമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. അപ്പോൾ ഇതിലെ അങ്കവാക്യം അങ്കിവാക്യം എന്നിവ വേർതിരിച്ചെഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ ഇതിലെ അങ്കവാക്യം ഏതാണ്? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ. അടുത്ത അങ്കിവാക്യം ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ എഴുതുക. എന്താണ് അങ്കവാക്യം എന്ന് പറഞ്ഞാൽ? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ. അങ്കിവാക്യമോ? ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജാവിന്റെ ഈ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ അങ്കിവാക്യം അങ്കവാക്യം എന്നിങ്ങനെ വേർതിരിച്ചെഴുതും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ കർത്താവും പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കും.
അപ്പോൾ ഇവിടെ കർത്താവ് ഏതാണ്? ജനസഹസ്രങ്ങൾ അല്ലേ? ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഒരു കർത്താവും പൂർണ്ണക്രിയയുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏതായിരിക്കും എഴുതുന്നത്? അങ്കിവാക്യം ഏതാണ്? ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞു പോയി. അപ്പൊ ഇനി അടുത്ത അങ്കവാക്യം ഏതാണ്? അങ്കവാക്യം ഏതായിരിക്കും അപ്പോൾ? രാജാവിൻ്റെ ഈ വിലാപം കേട്ട. രാജാവിൻ്റെ ഈ വിലാപം കേട്ട. അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. അപ്പോൾ ഇതിലെ അങ്കിവാക്യം ഏതായിരിക്കും? ഞാൻ നേരത്തെ ആദ്യം അങ്കവാക്യവും രണ്ടാമത് അങ്കിവാക്യവും എന്നാണ് എഴുതി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യം അങ്കിവാക്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്കിവാക്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്കവാക്യം എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഞാൻ അങ്കിവാക്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്കിവാക്യം ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കർത്താവും പൂർണ്ണക്രിയയും ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഏതായിരിക്കും അത്? ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. അപ്പോൾ അങ്കിവാക്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അങ്കവാക്യം എഴുതാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഏതായിരിക്കും? കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും. അപ്പോൾ ഇവിടെ അങ്കിവാക്യം ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. അതുപോലെ അങ്കവാക്യം എന്ന് പറയുന്നത് കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അപ്പൊ ഇവിടെ ഏതായിരിക്കും അങ്കിവാക്യം? പാണ്ഡവർ സന്ധ്യയ്ക്ക് ഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. പാണ്ഡവർ സന്ധ്യയ്ക്ക് ഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അപ്പൊ ഇതിലെ അങ്കവാക്യം ഏതായിരിക്കും? അങ്ങനെ വല്ലപാടും വിജയം നേടിയ. അങ്ങനെ വല്ലപാടും വിജയം നേടിയ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ചോദ്യം. അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാവുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ചോദ്യം എന്താണ്? അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാവുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അങ്കിവാക്യം ഏതായിരിക്കും? ഇതുവരെ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ അങ്കിവാക്യം ഏതായിരിക്കും? പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ കർത്താവ് അല്ലേ പരീക്ഷിത്ത്, കർത്താവിടെ പരീക്ഷിത്താണല്ലോ. പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് അങ്കവാക്യം ഏതാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്കിവാക്യം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അടുത്ത അങ്കവാക്യം ഏതായിരിക്കും? അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാവുന്ന. അപ്പോൾ ഇവിടെ അങ്കിവാക്യം ഏതാണ്? പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അതൊരു പൂർണ്ണവാക്യമല്ലേ. അതുപോലെ തന്നെ അങ്കവാക്യം അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാവുന്ന, അതൊരു അപൂർണവാക്യവുമാണ്.
അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ചോദ്യം ഏതാണ്? യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. അപ്പോൾ ഇവിടെ അങ്കിവാക്യം ഏതായിരിക്കും? പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. എങ്കിലല്ലേ ആ വാക്യം പൂർണ്ണമാകൂ. അപ്പോൾ ഉത്തരം പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. അപ്പൊ ഇതിൽ അംഗവാക്യം ഏതായിരിക്കും? യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല. യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല. അടുത്ത ചോദ്യം, ഇടം കൈ കൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു. എന്താണ് ചോദ്യം? ഇടം കൈ കൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഇവിടെ ഏതായിരിക്കും അങ്കിവാക്യം? ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു. ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഇതിൽ അംഗവാക്യം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. നമുക്കിപ്പോൾ അങ്കിവാക്യം കിട്ടി. ഇനി അംഗവാക്യം അപ്പോൾ ഏതായിരിക്കും? ഇടം കൈ കൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത്, ഇടം കൈ കൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത്. അടുത്ത ചോദ്യം, ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടി പിടിച്ച് താഴെയിട്ട് ചവിട്ടി. അപ്പൊ ചോദ്യം ഇതാണ്, ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടി പിടിച്ചു താഴെയിട്ടു ചവിട്ടി. അപ്പോൾ ഇതിലെ അങ്കിവാക്യം ഏതായിരിക്കും? അതെ, ദ്രൗണി അയാളുടെ തലമുടി പിടിച്ച് താഴെയിട്ട് ചവിട്ടി. ഏതാണ്? ദ്രൗണി അയാളുടെ തലമുടി പിടിച്ച് താഴെയിട്ട് ചവിട്ടി. അപ്പോൾ അങ്കിവാക്യം ദ്രൗണി അയാളുടെ തലമുടി പിടിച്ച് താഴെയിട്ട് ചവിട്ടി. അപ്പൊ അംഗവാക്യം ഏതായിരിക്കും? അതെ, ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക്, ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അംഗവാക്യത്തെക്കുറിച്ചോ അങ്കിവാക്യത്തെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാകും.